എന്നാൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിരുന്നിട്ടും സർക്കാർ വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നാണ് നെല്ല് കർഷകരുടെ പരാതി. മില്ലുടമകളുമായി മന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും നടപടികൾ ഇഴയുകയാണെന്ന് ഇവർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം 2 ദിവസത്തിനകം സംഭരണം തുടങ്ങുമെന്ന സർക്കാർ ഉറപ്പാണ് പാഴായത്. കർഷകരെ ചൂഷണം ചെയ്യാൻ മില്ലുടമകളെ അനുവദിക്കില്ലെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ കൈകാര്യ ചെലവും നെല്ല് അരി അനുപാതം സംബന്ധിച്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അനുകൂല തീരുമാനം വന്നാലേ നെല്ലെടുക്കുവെന്ന നിലപാടിലാണ് മിൽ അസോസിയേഷൻ. അരി നിശ്ചിത അനുപാതത്തിലും കുറവെങ്കിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാനും മില്ലുടമകൾ തയ്യാറായില്ല. 1 ക്വിന്റൽ നെല്ലെടുക്കുമ്പോൾ 68 കിലോ അരി നൽകണമെന്ന കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി 64.5 കിലോയാക്കണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ പരിമിതിയുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ തയ്യാറാകാതെ അരിയുടെ നിലവാരം 3ലേറെ തവണ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര നിയമപ്രകാരം നെല്ലു സംഭരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നാണ് മില്ലുടമകൾ പറയുന്നത്. അതേസമയം സപ്ലൈകോ തലത്തിൽ മുന്നോട്ടുവച്ച 100 കിലോഗ്രാം നെല്ലിന് 66.5 കിലോഗ്രാം അരിയെന്ന അനുപാതം അംഗീകരിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇതിനൊപ്പം നെല്ലു നീക്കത്തിനുള്ള ഗതാഗത നിരക്കും ലഭിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. 100 കിലോ നെല്ലിന് ഇത്രയും അരി ലഭിക്കില്ലെന്നാണ് മില്ലുടമകളുടെ വാദമെങ്കിലും നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉറപ്പു നൽകി സംഭരണം പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ നീക്കം. അമൃത ന്യൂസ്, ആലപ്പുഴ.